നമ്മുടെ സബ്സ്ക്രൈബർ പേര് മാർക്ക് സ്പെക്ടർ എന്ന് പറയുന്ന സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുകയാണ് ചേട്ടാ, പുള്ളിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണം. അപ്പോൾ പുള്ളി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പുള്ളി നോക്കുന്ന മോഡൽസ് എന്ന് വെച്ചാൽ 2017 ഹോണ്ട ഹോണറ്റ്, അത് 50,000 കിലോമീറ്ററിന് പുറത്ത് ഓടിയിട്ടുണ്ട്. 2018 തന്നെ ജിക്സർ SF, അതൊരു 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പിക്ക് ഏതാണെന്നാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത്. എൻ്റെ എപ്പോഴും പിക്ക് ജിക്സർ തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ജിക്സർ എൻ്റെ ബെസ്റ്റ് പിക്കാവുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ജിക്സറിൻ്റെ എൻജിൻ. ഹോണ്ടയുടെ ഹോണറ്റിൻ്റെ എൻജിൻ 162.1 cc ആണ്. ജിക്സറിന് 155 cc ആണ്. ഹോണറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 15.5 bhp ആണ്. എന്നാൽ ജിക്സർ ഉണ്ടാക്കുന്ന പവർ ക്ലോസ് ടു 14 bhp ആണ്. ഇവിടം കൊണ്ട് ആ വ്യത്യാസം തീരുന്നു. ഹോണ്ടയുടെ എല്ലാ ബൈക്കുകളും പോലെ തന്നെ ഹോണ്ടയുടെ ഹോണറ്റും ചെറിയ RPM അല്ലെങ്കിൽ 5000 RPM താഴെ നല്ല സ്മൂത്താണ്. ഈ ഒരു സ്മൂത്ത്നെസ് 1000 RPM മേലോട്ട് കയറുമ്പോഴത്തേക്കും കുറഞ്ഞു വരുന്നു. നിങ്ങൾ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലവണ്ണം പെട്ടെന്ന് മടുപ്പടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഹോണ്ടയുടെ എനിക്ക് നേരത്തെ നമ്മുടെ ട്രിഗർ ഉണ്ടായിരുന്നു, യൂണിക്കോൺ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ വണ്ടികളെല്ലാം നമ്മൾ ലോങ് ട്രിപ്പിന് കൊണ്ടുപോകുമ്പോഴത്തേക്കും അസഹനീയമായ വൈബ്രേഷനായിട്ട് തോന്നും കുറേ ഓടി കഴിയുമ്പോഴത്തേക്കും. പക്ഷേ നിങ്ങൾ സുസുക്കി ബൈക്ക് ഇപ്പോൾ GS50 ആണെങ്കിൽ പറയണ്ട, ലോകം ഇന്ത്യ മൊത്തം ഓടിയാലും അത് വൈബ്രേറ്റ് ചെയ്യത്തില്ല, അത്രയ്ക്ക് സ്മൂത്താണ് എഞ്ചിൻ. സെയിം കേസ് തന്നെയാണ് ജിക്സറിൻ്റെ എഞ്ചിനിലോട്ടും വരുന്നത്. ഈ 155 cc എഞ്ചിൻ ഒരു മിറാക്കിൾ എന്ന് തന്നെ പറയാൻ പറ്റും. ഇത് നിങ്ങൾ എത്ര ഓടിച്ചാലും ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. അത്രയ്ക്ക് ട്യൂൺഡ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് ജിക്സറിനകത്തിരിക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കൗണ്ടർ ബാലൻസിൻ്റെ വ്യത്യാസങ്ങളാണ്. ഹോണ്ടയ്ക്കകത്തും കൗണ്ടർ ബാലൻസറുണ്ട്, ജിക്സറിനകത്ത് കൗണ്ടർ ബാലൻസറുണ്ട്. പക്ഷേ ഹോണ്ടേക്കാൾ കുറച്ചും കൂടെ അഡ്വാൻസ് ടൈപ്പ് ഓഫ് കൗണ്ടർ ബാലൻസറാണ് ജിക്സറിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വൈബ്രേഷൻ ഒന്നും സാധനമേ ഇല്ല. ചെറിയ RPM എഞ്ചിൻ ഉണ്ടാകുന്ന സ്മൂത്ത്നെസ് നിങ്ങൾ ആ എഞ്ചിൻ ഏറ്റവും ടോപ്പ് എത്ര കിലോമീറ്റർ വരെ കയറും ആ ഫുൾ സ്പീഡ് കുത്തി പിടിച്ചാലും വൈബ്രേഷൻ ഹാർഡ്ലി നോട്ടീസബിൾ ആണ്. എന്നാൽ ഹോണ്ട എഞ്ചിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഒരു 5000-6000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് 5000-6000 RPM കഴിയുമ്പോഴത്തേക്കും സ്മൂത്ത്നെസ് പോയിട്ട് ചെറിയ ബസ്റ്റിംഗ് വൈബ്രേഷൻസ് തുടങ്ങും, പ്രത്യേകിച്ച് കാലിൽ, ഫുഡ് പെക്സിലും ഹാൻഡിൽ ബാർസിലും. സോ എഞ്ചിൻ എപ്പോഴും ജിക്സറാണ് എനിക്കിഷ്ടം. സെക്കൻഡ്, സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടും വലിയ ബൈക്കുകളുടെ ചെറിയ കോപ്പിയാണ്. CB 700Fൻ്റെ സ്റ്റൈലിംഗ് ആണ് ഹോണറ്റിനെങ്കിൽ ജിക്സറിൻ്റെ GSXൻ്റെ പഴയ ടൈപ്പ് സ്റ്റൈലിംഗ് ആണ്. ഇതിനകത്തും നമ്മുടെ FC വേർഷൻ 1 കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും റൗണ്ട് അല്ലെ ക്ലാസിക്കലായിട്ടുള്ള സ്റ്റൈലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ജിക്സർ തന്നെയാണ്. അതിനകത്ത് വേറെ ഒട്ടും വേച്ചുകെട്ടുകളില്ലാത്തൊരു സ്റ്റൈലിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് അതും എനിക്ക് ജിക്സർ തന്നെയാണ് പറയാനുള്ളത്. തേർഡ്, ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ട്രിഗറും യൂണിക്കോണും എല്ലാം ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, ഒരു പെക്യുലർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഈ ബാക്കിൽ ലൈറ്റിൻ്റെ മേളിലുള്ള ഭാഗം പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ലൂസായി പോയിട്ട് നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ വന്നുകൊണ്ടിരുന്നതാണ്. ഈ സെയിം ഇഷ്യൂ തന്നെ ഹോണറ്റിലോട്ട് വരുമ്പോഴുണ്ട്. ഹോണറ്റിൻ്റെ പ്ലാസ്റ്റിക് ഒന്നും ജിക്സറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഇല്ലെന്ന് തന്നെ പറയണം. ജിക്സറിൻ്റെ പ്ലാസ്റ്റിക് അല്ലെ ജിക്സറിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞത് വേർഷൻ 1 ആണ്, വേർഷൻ 2 എനിക്ക് വലിയ പിടിയില്ല, എങ്കിലും സൂപ്പർ ആയിരിക്കും. സുസുക്കിയുടെ ബിൽഡ് ക്വാളിറ്റി അത് വേറൊരു ബൈക്കിനും ഈ സെഗ്മെന്റ് വൈസിൽ പറയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. ഒരു സ്ക്രൂ ഇടുന്ന പോലും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. സോ നിങ്ങൾക്ക് എഞ്ചിൻ്റെ പാനലെല്ലാം പ്ലാസ്റ്റിക്കാണ് പാനൽസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ ടാങ്കിന് മേലുള്ള പാനൽസ് ഒക്കെ പ്ലാസ്റ്റിക്കാണ്. ഈ പാനൽസുകളൊന്നും റാറ്റ്ലി ഒന്നും ചിന്തിക്കുകയേ വേണ്ട. നമ്മുടെ ജിക്സർ ആണെങ്കിൽ, സുസുക്കി ജിക്സർ ആണെങ്കിൽ, ഹോണറ്റിന്റെ കേസ് ആണെങ്കിൽ പാനൽസ് റാറ്റിൽ ചെയ്തില്ലെങ്കിലും ബാക്കിലത്തെ ലൈറ്റിന്റെ ആ പീസൊക്കെ ചെറുതായിട്ട് കുറെ കഴിയുമ്പോഴത്തേക്കും റാറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങും. സോ ബിൽഡ് ക്വാളിറ്റി സുസുക്കി എല്ലാം വേറെ ബൈക്കുകൾ ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. 4, കംഫർട്ടിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ടൈ എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ ഏറ്റവും വലിയ വൃത്തികെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ സസ്പെൻഷനാണ്. ബാക്കിലെ സസ്പെൻഷൻ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് സ്റ്റിഫാക്കിയാണ് ഇട്ടേക്കുന്നത്. എനിക്ക് ഡ്യൂക്കിന് ഇതിനേക്കാളും നല്ല സസ്പെൻഷൻ ട്രാവൽ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും സ്റ്റിഫായിട്ടാണ് ഹോണ്ടയുടെ സസ്പെൻഷൻ ഇരിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് കട്ടർ വീഴുകയാണെങ്കിൽ ആ കട്ടർ വീഴുന്ന ഫുൾ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിന് നിങ്ങൾ സസ്പെൻഷൻ മാറി നോക്കിയാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. കാരണം എൻ്റെ ട്രിഗറിനും ഈ കേസ് സെയിം അവസ്ഥ തന്നെയായിരുന്നു. എൻ്റെ ട്രിഗറിനും സസ്പെൻഷൻ കട്ടർ വീണാൽ ഭയങ്കര പാടാണ്. ഞാൻ 2-3 പ്രാവശ്യം ഹോണ്ട ഷോറൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവരും പറഞ്ഞു, അല്ലെങ്കിൽ ഹോണ്ടയുടെ സർവീസിലുള്ള ആൾക്കാരെൻ്റെ പുറകിലിരുന്ന് ഞങ്ങൾ രണ്ടും കൂടെ ഓടിച്ചു പോയപ്പോഴും സസ്പെൻഷൻ ബോട്ടം അപ്പ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഈ സസ്പെൻഷൻ ഇങ്ങനെയാണ്, സോഫ്റ്റ് ആക്കി നോക്കാൻ. സോഫ്റ്റ് ആക്കിയിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ സസ്പെൻഷൻ ഭയങ്കര കട്ടിയാണ്. യൂണിക്കോണിൻ്റെ സസ്പെൻഷൻ പറഞ്ഞാൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ട്യൂണിങ് ആയിരുന്നു. എന്നാൽ ഹോണറ്റ് ട്രിഗറിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര സ്റ്റിഫ് സസ്പെൻഷനാണ്.
നമ്മളൊരു R15 പോലത്തെ സ്പോർട്സ് ബൈക്കിനകത്താണ് ആ സസ്പെൻഷൻ എങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് നമ്മളെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂട്ടർ സെഗ്മെന്റിൽ എല്ലാ കാര്യത്തിനും ഈ ബൈക്ക് തന്നെ ആയിരിക്കും. സോ ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്കും സസ്പെൻഷൻ കട്ടലൊക്കെ വീണ്ടും നടുപൊടി എന്നുള്ള കാര്യം ഉറപ്പാണ്. ജിക്സറിലോട്ട് വരുമ്പോഴത്തേക്കും വെരി വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ് ഫ്രണ്ടും ബാക്കും. ബാക്ക് സസ്പെൻഷനും ഓവറായിട്ട് സ്റ്റിഫും അല്ല എങ്കിൽ അത്ര സോഫ്റ്റും ഇല്ല, ആ രീതിയിലുള്ള സസ്പെൻഷനാണ്. ഒരു രക്ഷയില്ലാത്ത യാത്ര സുഖം തരുന്നുണ്ട്. ആകെപ്പാട് ജിക്സറിനകത്ത് കേസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹോർണറ്റ് എക്സൽ എന്ന് പറഞ്ഞാൽ സീറ്റിംഗ് കംഫർട്ടാണ്. ഹോർണറ്റിന്റെ എല്ലാ ഹോണ്ട വണ്ടി പോലെ തന്നെ നല്ല വീതിയുള്ള വിശാലമായ സീറ്റാണ്. ജിക്സറിലോട്ട് വരുമ്പോഴത്തേക്കും മരപ്പലക പോലത്തെ സീറ്റാണ്, ഏകദേശം ഡ്യൂക്കിന്റെ സീറ്റ് പോലെ ഇരിക്കും. സോ നിങ്ങൾക്ക് രണ്ടാമത് സീറ്റിനകത്ത് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഫോം ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ലോങ് ടൂറിന് പറ്റിയ ബൈക്ക് തന്നെയാണ് SF അല്ലെങ്കിൽ നോർമൽ ജിക്സർ. ബെറ്റർ ദാൻ ഹോണ്ടറ്റിന് തന്നെ പറയും ഞാൻ ലോങ് ടൂറിന്. പിന്നെ ഹോണ്ടയ്ക്ക് അൺഡിസ്പ്യൂട്ടഡ് ആയിട്ട് നിൽക്കുന്നൊരു ഒരു സമയം അല്ലെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ എനിക്ക്, സർവീസ്. സുസുക്കി ബൈക്ക് എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു യോഗ ക്ലാസ്സിന് എന്തെങ്കിലും പോയി ചേരേണ്ടി വരും. കാരണം അത്രയ്ക്ക് ഫ്രസ്ട്രേഷൻ ആണ് സുസുക്കിയുടെ സർവീസ്. ഉദാഹരണം, എനിക്കിപ്പം ഒരു ഇൻട്രൂഡർ ഉണ്ട്. ഇൻട്രൂഡറും ജിക്സറും ഏകദേശം അല്ലെങ്കിൽ സെയിം ആണ്. ഈ ഇൻട്രൂഡറിന്റെ ആദ്യം കിട്ടിയ പണി, ആ ബ്രേക്കിന്റെ ഫ്രണ്ട് കാലിപ്പറിനകത്ത് ഒരു റിംഗ് ഉണ്ട്. ആ റിംഗ് പോയിട്ട് നാട്ടിലെങ്ങും കിട്ടാനില്ല. ഞാൻ സുസുക്കി ഷോറൂമുകളിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ കാലിപ്പർ ഫുള്ളായിട്ട് തരാം സാർ, 3000 രൂപ വിലയുള്ളതെന്ന്. ഒരു 25-30 രൂപയുടെ റിംഗ് മാറാനായിട്ട് ഞാൻ കാലിപ്പർ ഫുള്ളായിട്ട് മാറണമെന്നാണ് അവർ പറയുന്നത്. ഹോണ്ടയുടെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഏത് പെട്ടിക്കട ചോദിച്ചാലും കിട്ടും. ഫോർ എക്സാമ്പിൾ, ഈ എൻ്റെ ജിക്സന്റെ മറ്റേ എഞ്ചിന് മേലുള്ള ബീഡിങ് പോയി. ആ ബീഡിങ് പോയിട്ട് ഞാൻ ആലപ്പുഴയിലുള്ള ഞാൻ കോഴിക്കോട് വരെ വിളിച്ചു ചോദിച്ചു 15 രൂപയുടെ ബീഡിങ് കിട്ടാനുണ്ടോ എന്ന് അറിയാനായിട്ട്. ലാസ്റ്റിന്റെ ഭാഗ്യത്തിന് എനിക്ക് അത്ഭുതം തോന്നി, കായംകുളത്തൊരു ഷോറൂമിൽ സാധനം ഉണ്ടായിരുന്നു. എൻ്റെ യൂണിക്കോണ്ടയും എഞ്ചിന് മേലുള്ള ബീഡിങ് പോയി, ഓയിൽ ലീക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ അപ്പുറത്തുള്ള ചെറിയ ഒരു പാർട്ട് സ്റ്റോറിൽ പോയപ്പോഴത്തേക്ക് അവിടെ സാധനം ഒറിജിനൽ ഹോണ്ടയുടെ ഇരിക്കുന്നു. അത്രയ്ക്കുണ്ട് സപ്ലൈ വ്യത്യാസം. സുസുക്കിക്ക് വണ്ടി ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ, അത് കഴിഞ്ഞുള്ള സ്പെയർ പാർട്സിനെ കുറിച്ച് അവർ ഒട്ടും ചിന്തിക്കുന്നില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഈ ഇൻട്രൂഡറിൻ്റെ തന്നെ ബ്രേക്ക് ജാമിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ട് എൻ്റെ MC കിറ്റ് പോയി. ബ്രേക്കിന് MC കിറ്റ് പോയപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, ചേട്ടാ MC കിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു MC കിറ്റായിട്ട് തരത്തില്ല, വേണേൽ ഫുൾ ബ്രേക്ക് കാലിപ്പർ സിസ്റ്റം മൊത്തം തന്നേക്കാണ്, അതിന് 3000 രൂപ വിലയുള്ളതെന്ന്. എന്ത് കഷ്ടമാണ്. പിന്നെ കാർബറേറ്ററിനകത്തുള്ളൊരു റിങ്, ആ റിങ് പോയിട്ട് ഞാൻ കോട്ടയം വരെ പോയി മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ വണ്ടിക്ക് തരാൻ നോക്കിയപ്പോഴത്തേക്കും ആ റിങ്ങും വേറൊരു ഡിസൈൻ വ്യത്യാസമുണ്ട്. ഹോണ്ടയുടെ ആണെങ്കിൽ നമ്മൾ ഷോറൂമിൽ പോയിട്ടുണ്ടെങ്കിൽ കാർബറേറ്ററിന് റിപ്പയർ കിറ്റ് എന്ന് തന്നെ പറഞ്ഞൊരു കിറ്റ് കിട്ടും. അത് വെച്ചാൽ നിങ്ങൾക്ക് ആ കാർബറേറ്ററിനകത്ത് വരുന്ന എല്ലാ സ്പെയറുകളും ഫ്രീ ആയിട്ട് കിട്ടും. സോ സ്പെയറിന്റെ കാര്യത്തിൽ മനസമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഹോണറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം കിട്ടും. കാരണം എന്നും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും, പണിയൊക്കെ വന്നാലും മാറ്റി വെക്കേണ്ട കാര്യമില്ല. സുസുക്കിയുടെ കേസിൽ വരുവാണെങ്കിൽ ഞാൻ പറയുന്നത് MC കിറ്റ് പോയിട്ട് ഞാൻ മേടിച്ചിട്ടിരിക്കുന്നത് ക്ലാസിക് 500ന്റെ MC കിറ്റാണ്, ബ്രേക്കിന് കിറ്റാണ്. ഭാഗ്യത്തിന് എനിക്ക് തോന്നി വൈബ്രയുടെ സെയിം യൂണിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ചിലപ്പം യോജിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ റിസ്ക് എടുത്ത് അത് ഊരിയെടുത്ത് മാറ്റി നോക്കി കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെയും ആഴ്ചകളോളം ബ്രേക്കില്ല വണ്ടി വീട്ടിൽ വെക്കേണ്ടി വന്നേനെ. സുസുക്കിക്ക് സ്പെയറിനെ കുറിച്ച് ചിന്തയേയില്ല. അപ്പം ഈവൻ ഒരു ഫുഡ് ട്രസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ, ഈ ഇൻട്രൂഡറിൻ്റെ ഒരു ഫുഡ് ട്രസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ മിനിമം 2 വീക്സ് എങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പുറത്തൊന്നും കിട്ടത്തില്ല, ഷോറൂമിൽ തന്നെ കിട്ടത്തുള്ളൂ. ഷോറൂമിലാണെങ്കിൽ കാവസാക്കിയുടെ സ്പെയർ കിട്ടുന്നതിനേക്കാളും പാടായിട്ടാണ് സുസുക്കിയുടെ സ്പെയർ കിട്ടുന്നത്. ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് സുസുക്കി ബൈക്കിനെ ആരും നല്ലവണ്ണം മനസ്സറിഞ്ഞുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാത്തത്. സോ എനിക്കിതൊക്കെയാണ്